ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം. AJ വ്ളോഗ്സ് അല്ല കണ്ണാനിനൊക്കെ ഇതിപ്പോ 2 ചാനൽ ഉള്ളത് കൊണ്ട് അടിയും പിടിയും കേട്ടോ. അപ്പൊ കുറേ ആയി ഞങ്ങളൊരു കാര്യത്തെ പറ്റി സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് സംസാരിക്കാമെന്ന് കരുതി അങ്ങോട്ട് നോക്കടേ. അപ്പോ ഞങ്ങളെ കുറിച്ച് കുറേ ആൾക്കാർ നെഗറ്റീവ് യൂട്യൂബിൻ്റെ അകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബ് കമന്റ് ഇടാൻ പറ്റില്ല, കമന്റ് ബോക്സ് ഓഫ് ആണ്. അപ്പൊ അല്ല, കമന്റ് ബോക്സ് ഓഫ് ആണ്, ഇടാൻ പറ്റൂല. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ നെഗറ്റീവ് പറയുന്നു ഞങ്ങളെ രണ്ടാളെയും വെച്ചിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നും കൂടി നിങ്ങൾ അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട്. ആ പറഞ്ഞോ, നിനക്ക് എന്താ പറയാനുള്ളത്? ചേട്ടായി പറ. ഏട്ടായി കാഫി അല്ല, എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഒന്നും ഡാഡിയുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞങ്ങൾ സ്വന്തം സമ്പാദിച്ച് അതിലൂടെയാണ് ജീവിക്കുന്നതെന്ന്. അതിന്റെ കൂട്ടത്തില് എനിക്ക് നമ്മുടെ തെറിത്തള്ളക്കൊരു മറുപടി കൊടുക്കാനുണ്ട്. തെറിത്തള്ളൊരു വീഡിയോ ഇട്ടു. ഞാനും ജാമിത ടീച്ചറും ഒരുമിച്ചത് തെറിത്തള്ളന തുരത്താൻ വേണ്ടിയിട്ടാണ്. എന്റെ ഇത്ര സംശയം തള്ളച്ചേ. അപ്പൊ എന്റെ നേരൊക്കെ തിരിഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നതേലും കുഴപ്പമുണ്ടോ പെണ്ണുങ്ങളെ? നിങ്ങളെ വിനീതേട്ടനൊക്കെ ഇപ്പൊ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ? അപ്പൊ അമ്മച്ചിക്ക് എനിക്കെതിരെ ഒരു വീഡിയോ ഒക്കെ ചെയ്തു, ഞാൻ കണ്ടു, ഇഷ്ടായി. പക്ഷെ അമ്മച്ചിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഞാൻ ഈ തിരുത്താത്ത 2 ദിവസം മുമ്പ് കോഴിക്കോട് വന്ന് പെരുന്നാൾ സമയത്ത്, അതായത് നോമ്പ് സമയത്ത് മാക്കം മറ്റേ നമ്മുടെ പശുവിനെ അർപ്പായി ഈ വേസ്റ്റ് ഒക്കെ നക്കി തിന്ന് നായില്ലേ, അതേമാതിരി നക്കി തിന്നിട്ട് തെരുത്താത്ത അങ്ങ് പോയി. ഞാൻ വിചാരിച്ച 2 ദിവസം ഇവിടെ ഉണ്ടാവുന്നത്, ഇവരെ കിട്ടിയ ലേറ്റ് ആയിട്ടാണ്. മുമ്പ് കണ്ടില്ല, കണ്ടാല് എന്നൊരു സൗണ്ട് കേട്ട് കേൾക്കാം. എന്താന്ന് ഞാൻ പറയത്തില്ല. അപ്പൊ തെരുത്തള്ള അങ്ങനെ ഒരു വീഡിയോ തെരുത്തള്ള ഇട്ടപ്പോ ഞാൻ ആകെ സങ്കടപ്പെട്ടു, കരഞ്ഞ് വിഷമിച്ചില്ല. ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ എൻ്റെ ഫേസ് ആകെ ഡള്ളായി. അപ്പോ തെരുത്താത്തേ ഇട്ടത് വളരെ ഹട്ടിൽ കുടുങ്ങിപ്പോയി. നിങ്ങളെ ഒതുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആരെയും പിടിക്കണ്ട ഒരാവശ്യമില്ല മോളെ. നീ മറ്റേ പ്യാലക്കലമ്മച്ചി ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടപ്പോൾ നീ പറയുന്നില്ലേ, ദേ വരും ഇപ്പം വാലും പൊക്കീന്ന്, അത്രമേൽ പേടിക്കാൻ മാത്രം നീ ഇല്ലായിരുന്നോ മോളെ? പിന്നെ നിനക്ക് പേടിയില്ലേ? പിന്നെ നീ എന്നാത്തിനാ കൊച്ചേ അങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത്? നീ വല്ലാതെ അങ്ങ് ഞങ്ങളെ പേടിച്ചു, ഞങ്ങളെ ഇട്ടെറിഞ്ഞു, നീ പോയില്ലേ, ഞങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയില്ലേ? എന്തേ ഞങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയത്? ഇനിയിപ്പോ പറയും ഞാൻ അവളെ വേണ്ടാന്ന് വെച്ച് പോയി, എനിക്ക് കുറച്ച് നാണവും ഞങ്ങൾ കാണുന്നുണ്ട്. എല്ലാ വീഡിയോസിലും നിന്റെ നാണവും മനവും വ്യക്തമായിട്ടും ശക്തമായിട്ടും കാണുന്നുണ്ട്. നോമ്പില്ലെങ്കിലും നോമ്പ് എടുത്തില്ലെങ്കിലും ആ സമയത്ത് ഫുഡ് കഴിക്കുന്നത് വളരെ ചീപ്പാണ്. മാക്കം വെട്ടി വീങ്ങുന്നത്. അതിന്റെ ഇടയിൽ ഉണക്ക 2 ചിരിയും വാളിയ ചിരി. ആ 2 ആദ്യം തല്ലിക്കൊള്ളണം. എന്റെ മൊയന്ത പോലത്തെ മക്കള് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് എല്ലാരും നിന്നെ സപ്പോർട്ട് ഒരാളല്ലേ കേസിൽ. അപ്പോ നിന്റെ മൊയന്തകള് നിന്നെ സപ്പോർട്ട് ചെയ്ത്, നിന്റെ മൊയന്തകൾക്ക് നീ ചിലപ്പോ നല്ലതായിരിക്കും, പക്ഷെ എന്ന് വെച്ച് ഞങ്ങളാരും നിന്നെ പുണ്യാളച്ചിയാക്കി കൊണ്ടുവന്നെടുക്കുന്നു നീ വിചാരിക്കണ്ട കേട്ടോ. അത് വെറുതെയാ മോളെ. ഇനി കോഴിക്കോട് വരികയാണെങ്കിൽ കണ്ടിട്ട് പുള്ളി കാണുകയാണെങ്കിൽ നിനക്ക് കിട്ടും, ഉറപ്പുള്ള കാര്യല്ലേ? നീ എന്താ എല്ലാവരുടെ ലൊക്കേഷനും പോയി വീടും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിരുന്നത്? കോഴിക്കോട് വരെ വന്നിട്ട് നമ്മളുടെ വീഡിയോ എടുക്കാൻ എന്താ ഇനി വരാഞ്ഞ്? പഞ്ചായത്ത് അല്ല കേട്ടോ മോളെ, നീ പറയുമ്പോ ശ്രദ്ധിക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയിൽ പൊന്നാര മോളെ വരൂല, വന്നാ എന്റെ മറ്റേ കാലം ഞാനങ്ങ് തിരിച്ചാടും. അപ്പോ എല്ലാരും എന്നോട് ചോദിക്കും തെരുത്താത്തൻ ഒഴിവാക്കിയോന്ന്. തെരുത്താത്തൻ ഒഴിവാക്കിയതല്ല ഗൈസ്, ഞങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് തെരുത്താത്ത പോകുമ്പോ പോവാണ്ട് കാര്യങ്ങളൊക്കെ കൊറേ ഉണ്ട്, വേണ്ടാന്ന് വെച്ചതാ. തെരുത്താത്ത അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു മറുപടി തരണമെന്ന് വിചാരിച്ചതാണ്.
ഇനി കോഴിക്കോടേക്ക് വരുമ്പോ ലൈവ് ഒന്ന് ഇടാണ്ട് വന്നു. അല്ല, ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയാണ് എന്നുള്ളത് തെറിത്താത്തനെ അറിയിക്കണം എന്ന് എനിക്ക് വല്ലാത്തൊരാശ. വെടിപ്പറ ബീവിയെ ആശ ഉള്ളപ്പോ നമ്മൾ ആശ തീർക്കണല്ലോ. അപ്പൊ ഈ വെടിപ്പറ ബീവിന്റെ ഇപ്പത്തെ സ്വഭാവം എന്ന് വെച്ചാല് ഒരുവിധം എല്ലാരെയും വീട്ടിൽ പോവാ, ലൊക്കേഷൻ അയച്ചു കൊടുക്കുക, പേടിപ്പിക്കും. എന്തിന് ഇപ്പൊ അതിലിപ്പോ എന്താ കിട്ടാനുള്ള മോളെ തിരുത്താത്തെ? വെടിപ്പറ ബീവിയെ നിനക്കുള്ള പണി എന്തായാലും ഞങ്ങൾ തരും. ഞാൻ നല്ല വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ പറഞ്ഞില്ലേ എന്നെക്കാട്ടിലും തറ ആരും ഉണ്ടാവൂല, അത് നിനക്ക് മനസ്സിലായിട്ടും പിന്നെയും നീ എന്നാത്തിനാ കൊച്ചേ എന്റെ നേർക്ക് വീഡിയോ ചെയ്യുന്നത്? ആ പ്യാലക്കലമ്മച്ചിയുടെ വീഡിയോ ചെയ്ത സമയത്തും ഞാൻ കണ്ടു. ഇപ്പം വരും അവൾ എന്റെ നേരെ. എനിക്ക് അത്രയും തരം താവാൻ പറ്റത്തില്ല എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞ നിന്നോട് ഞാൻ എന്നാ പറയാനാ കൊച്ചേ? നിന്നെ കണ്ടിട്ടല്ലേ ഞങ്ങൾ പഠിച്ചത്, നീയല്ലേ മൂത്തത്. നിന്നെ ഗുരുവാക്കാനാണ് എനിക്ക് ഇഷ്ടം. നിന്റെ തെരുവിളി ആഹാ എന്താ മഴം. അപ്പൊ അത് കേട്ടിട്ടല്ലേ പൊന്നെ ഞങ്ങൾ വളർന്നത്. അപ്പൊ പിന്നെ നിന്നെ തിരിച്ചു വിളിക്കാതിരിക്കുവോ? മുള്ളിനെ മുള്ളാലെടുക്കുക എന്നുള്ളത് പണ്ടത്തെ പഴഞ്ചൊല്ലാണ്. നീ ഞങ്ങളെ നാട്ടിക്കാൻ നോക്കിയപ്പം ഞങ്ങൾ സ്വയം നാറി നിന്നെ അങ്ങ് നാട്ടിച്ചു. അതായിരുന്നു സംഭവിച്ചത്. അതിൽ നീ ഇത്ര പെട്ടെന്ന് ഓടി ഒളിക്കൂന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ഇപ്പൊ ആ പാലക്കലമ്മച്ചിയുടേത് ഞാൻ അങ്ങ് വിട്ടേച്ചതായിരുന്നു. നീ ഇങ്ങനെ പുറകെ വരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പതേ നീ വീണ്ടും എടുത്തിട്ടപ്പം എനക്കൊരു മറുപടി തരണമെന്ന് തോന്നി. അപ്പൊ തെറി ബീവിയെ വെടിപ്പറ ബീവി ഇനി കോഴിക്കോടേക്ക് വരുമ്പോ ശ്രദ്ധിക്കട്ടോ. വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലൈറ്റ് ആയാലും വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞില്ല, ഓർമ്മയില്ലേ? അന്നെ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ണില് വെളിച്ചം ഒറ്റിച്ചിട്ടില്ല, കണ്ണെരിയുന്നോണ്ട്. അല്ലേ ഒറ്റിച്ച് കാത്തിരുന്നേനെ. അപ്പൊ നമുക്ക് കാണാട്ടോ വെടിപ്പറ ബീവിയെ. അപ്പൊ എന്റെ പൊന്നാരത്താട്ട നിങ്ങള് പറഞ്ഞ വീഡിയോയില് ഞാൻ വിഷമിച്ചു ബേജാറായും കുത്തിരിഞ്ഞിട്ട് നിങ്ങള് പറഞ്ഞൊരു പാട്ടില്ലേ, ഊമ്പി ഊമ്പി ഊമ്പി, ആ പാട്ട് വിട്ടിട്ട് ശരിക്കും ഇട്ട് കൊടുക്കണം. നോക്ക്, ആ പാട്ട് വിട്ടിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന സമയത്ത് എന്റെ കണ്ണൊക്കെ ചോന്നിട്ടുണ്ട്. നല്ലോണം ചോന്നിട്ടില്ലേ? പക്ഷെ എന്നെ കുളിക്കാത്തോണ്ടാകും ഒരു ഭംഗി. അപ്പം ഏതായാലും നിങ്ങൾക്കുള്ള മറുപടി ഇത് മതിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങള് ലേറ്റ് ആയാലും അടുത്ത വീഡിയോ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. എന്റെ പ്രതീക്ഷ നിങ്ങൾ കളയരുത്. എന്റെ പ്രതീക്ഷ മുഴുവനോ നിങ്ങളിലാണ്. നിങ്ങൾ ഒരിക്കൽ ഞങ്ങളെ 2 കൈ ഒഴിവാക്കി ഉപേക്ഷിച്ച് പോയപ്പോൾ ഒത്തിരി വിഷമിച്ചു ഞങ്ങള്. ഇപ്പോഴാ ഒരു സന്തോഷവും സമാധാനമായത്. അപ്പോ കളിക്കളത്തിലേക്ക് ഇറങ്ങല്ലേ, അന്ന് പറഞ്ഞോളം നുള്ളി പിച്ചിന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോവരുത് ട്ടോ. എന്നിട്ട് ആരാ എന്നിട്ട് ആരായും പോയത്? ഞങ്ങളായിഞ്ഞു. അയ്യോ ഓൻ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചേ എന്ന് പറഞ്ഞിട്ട് നീയല്ലേ കൊടുത്തത്. കൊയിലാണ്ടി നിൽക്കുന്ന ഞങ്ങള് കോട്ടയം നിൽക്കുന്ന നിന്നെ മൊബൈലിൽ കൂടെ പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത നിന്നോട് പിന്നെ എന്നാ പറയാനാ കൊച്ചേ? ഒന്നും പറയാനില്ല. ഒരിക്കൽ കൂടി ഞാനും ഇനി ഒന്നങ്ങ് പിടിച്ചേക്ക്. ഇവൻ പിടിക്കുന്നില്ലല്ലോ, ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നീ കൊടുക്കണം കേട്ടോ. ഇതാ പിടിച്ചത് നീ വ്യക്തമായിട്ട് തെളിവ് കൊടുക്കണേ. തെളിവല്ലേ ബിഗിലേ മുഖ്യം. നീ ഇപ്പൊ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. നിനക്ക് എല്ലാവരുടെ തെളിവും കിട്ടും, പക്ഷെ നിന്റെ തെളിവ് ആർക്കും കിട്ടൂല എന്നാണല്ലോ ഓവർ കോൺഫിഡന്റ്. അത് നമുക്കങ്ങ് കാണിച്ചു തന്നേക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തേക്കുള്ളത് അമ്മശ്ശിക്കായി ഉണ്ടാവും. വണക്കം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.